അപ്പം ഇന്ന് നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് വ്ലോഗാണ്. ഞാൻ മുംബൈയിലേക്ക് ഒരു ട്രിപ്പ് പോവാണ്. ട്രെയിനിലാണ്. 27 മണിക്കൂറുണ്ട്. മാക്സിമം എൻ്റെ എൻജോയ്മെന്റ് എല്ലാം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യും. വരും ദിവസങ്ങളിൽ എൻ്റെ വീഡിയോ പാർട്ട് പാർട്ടായിട്ട് വരുന്നതാണ്. അപ്പം സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ചേക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ വീഡിയോ കാണുന്നതിന് മുമ്പ് ലൈക്ക് ബട്ടൺ അടിക്കുക. അപ്പോൾ ഗായ്സ്, ഒടുവിൽ കാത്തിരിപ്പിന് ശേഷം നമ്മളിതാ പുറപ്പെടുകയാണ്. ഇവിടെ നിന്ന് നേരെ എറണാകുളത്ത് പോയിട്ട് അവിടെ കസിൻസൊക്കെ ആയിട്ട് നമ്മൾ ട്രെയിനിൽ കയറും. എന്നിട്ട് അവിടെ നേരെ മുംബൈയിലോട്ടാണ്. അപ്പം ഫോർ 5 days ടു മൈ കൊല്ലം ആൻഡ് മൈ ഹൗസ്. ബൈ ബൈ. നേരം വെളുത്തിരിക്കുന്നു. രാത്രി 2 മണിക്ക് നമ്മളിവിടെ അങ്ങനെ ഇപ്പോൾ സമയം 7:30 ആയിട്ടുണ്ട്. അപ്പോൾ അത്രയും നേരം ഞങ്ങളിവിടെ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ബ്ലോഗ് എടുക്കാനൊന്നും താല്പര്യം തോന്നിയില്ല. കാരണം ഇത് രാത്രിയൊക്കെ ആയിരുന്നില്ലേ, കസിൻസ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ട്രെയിൻ ഇപ്പോൾ വരുന്നതാണ് പറഞ്ഞത്. 5 മണിക്ക് വരുന്നതാണെങ്കിൽ ട്രെയിൻ ഇപ്പോൾ 8:15 വരുന്നത്. ട്രെയിൻ ലേറ്റ് ആയിരുന്നു. ഇവിടെ നല്ല മഴയാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഈ മഴ ഒന്നും ഇല്ലായിരുന്നു. 5 മണിക്ക് വരേണ്ട ട്രെയിൻ 5:52 അവിടെ നിന്ന് 7 മണിയാക്കി. പിന്നെ ഇപ്പോൾ 8:23 എത്തി. ഞങ്ങൾ കസിൻസിൻ്റെ ആയിരുന്നു പോയത്. എല്ലാവരും കൂടെ 10 പേരുണ്ടായിരുന്നു. 10 കൂടുതൽ ലഗേജസും ഉണ്ടായിരുന്നു. പരലോകം കാണാൻ നീങ്ങുന്നേ, കരയാൻ വയ്യ, നിന്നെ പിരിയാൻ വയ്യ. ഇത് താനെ റെയിൽവേ സ്റ്റേഷനാണ്. മുംബൈ എത്തുന്നതിന്റെ തൊട്ട് മുമ്പുള്ള റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടുത്തെ തിരക്ക് നോക്കി നിങ്ങൾ. എല്ലാരും ലോക്കൽ ട്രെയിൻ കയറാൻ നിൽക്കുക. നമ്മൾ പോകാൻ പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബോംബെ വന്നൊരു കല്യാണ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മെയിനായിട്ട് നമ്മൾ ബോംബെ വന്നത്. പിന്നെ അതിൻ്റെ കൂടെ കറങ്ങാനൊക്കെ പോകാമല്ലോ, സമയമൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം ഇന്ന് രാത്രിത്തെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മെനങ്ങാതെ രാത്രി ഒട്ടും ഉറങ്ങിയിട്ടില്ല. അപ്പോൾ രാത്രി ട്രെയിനിൽ കയറിയോണ്ട് എല്ലാവരും കയറി കിടന്ന് ഉറങ്ങി. അതുകൊണ്ട് ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഇന്ന് രാവിലെ ഫുള്ള് തകർത്ത് പൊടിച്ചിട്ടുണ്ട്. ആ വിഷമം മൊത്തം ഞങ്ങൾ തീർത്തിട്ടുണ്ട്. അപ്പം സ്റ്റേ ട്യൂൺഡ്. വരുന്ന വീഡിയോസ് കാണാം. മുംബൈ സ്റ്റേഷൻ മഹാരാഷ്ട്ര ക്യാപിറ്റൽ.
ഗണേശ് ചതുർത്ഥി എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു ഫെസ്റ്റിവലാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു ഡെക്കറേഷൻ ആയിരുന്നു മുംബൈ മൊത്തം. നല്ല ട്രാഫിക്കും ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട്. 75 നിലയുള്ളൊരു ബിൽഡിംഗ് ആണിത്. മുംബൈയിൽ ഏറ്റവും വലിയ ബിൽഡിംഗ് എന്ന് പറയുന്നത് 87 നിലയാണ്.